എന്തൊക്കെയാണ് ഈ ബിഗ് ബോസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ആര്യൻ്റെയും ജിസേലിൻ്റെയും ബന്ധത്തിൽ ചെറിയ വിള്ളൽ വീണോ? വളരെ നിസ്സാരമായ ഒരു പ്രശ്നം ഒരു സീരിയൽ എപ്പിസോഡ് പോലെ രാവിലെ തൊട്ട് രാത്രി വരെ കൊണ്ടുപോയിരിക്കുകയാണ്. ഇത് കണ്ട ഹൗസ്മേറ്റ്സ് ഒന്ന് രണ്ട് തവണ ഇടപെട്ടെങ്കിലും പിന്നെ അതിൽ പോയി ഇടപെടാൻ നിന്നില്ല. കാരണം അവർ പറഞ്ഞു അവർക്ക് കണ്ടന്റ് ഇല്ലാത്തത് കൊണ്ടായിരിക്കും ഇത് ഇങ്ങനെ വലിച്ചു നീട്ടുന്നത്, അതുകൊണ്ട് മൈൻഡ് ചെയ്യേണ്ട എന്ന ആറ്റിറ്റ്യൂഡായിരുന്നു മറ്റുള്ളവർക്ക്. എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞു തരാം. സാധാരണഗതിയിൽ ആര്യനുള്ള ഫുഡ് ജിസേൽ മാറ്റിവെക്കുന്നതും ജിസേലിനുള്ള ഫുഡ് ആര്യൻ മാറ്റിവെക്കുന്നതെല്ലാം നമ്മൾ ലൈവിലും എപ്പിസോഡിലുമായി കണ്ടുകഴിഞ്ഞ കാര്യങ്ങളാണ്. ഇന്ന് ജിസേൽ ചപ്പാത്തി ആര്യനും ജിസേലിനും മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു. ആര്യന് വിശന്നപ്പോൾ ആര്യൻ ആ ചപ്പാത്തി എടുത്ത് കഴിക്കാൻ നിന്നു. ആ സമയം ജിസേലിനോട് വേണോ എന്ന് ചോദിച്ചപ്പോൾ ജിസേൽ ഞാൻ ഡയറ്റിങ്ങിലാണെന്ന് പറഞ്ഞു. പിന്നെ ജിസേൽ അവൾക്ക് ഒരു ഹാഫ് ചപ്പാത്തിയെങ്കിലും മാറ്റിവെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ആര്യൻ സത്യം പറഞ്ഞാൽ കേട്ടിട്ടുണ്ടായിരുന്നില്ല. ആര്യൻ പോയി ചപ്പാത്തി കഴിച്ചു. അതിലുണ്ടായിരുന്നത് അക്ബറിനും ഷെയർ ചെയ്തു, ബാക്കി ഉണ്ടായിരുന്നത് കളയുകയും ചെയ്തു. ഇങ്ങനെ ജിസേൽ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നപ്പോൾ അവിടെ ചപ്പാത്തി ഉണ്ടായിരുന്നില്ല. ആര്യനോട് ചോദിച്ചു നീ അതെല്ലാം കഴിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ആര്യൻ പറഞ്ഞു ഞാൻ കഴിച്ചിട്ട് ബാക്കിയുള്ളത് ഞാൻ കളഞ്ഞു എന്ന്. ജിസേൽ പറഞ്ഞു നീ എന്നെക്കുറിച്ച് ഓർത്തില്ലേ, എനിക്ക് വിശക്കുമെന്ന് നീ ചിന്തിച്ചില്ലേ? അപ്പോൾ ആര്യൻ തിരിച്ചു പറഞ്ഞു നീയല്ലേ പറഞ്ഞത് നീ ഡയറ്റിങ്ങിലാണെന്ന്, അതുകൊണ്ട് നിനക്ക് ആവശ്യമില്ല എന്ന് ഞാൻ വിചാരിച്ചു. അതെങ്ങനെയാ നീ അങ്ങനെ വിചാരിക്കുക? ഡയറ്റിംഗ് ആണെന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കരുത് എന്നല്ലല്ലോ, നീ എന്നെ പട്ടിണിക്ക് ഇട്ടില്ലേ എന്നെല്ലാം ജിസേൽ ആര്യൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. ഇത് കേട്ട ആര്യന് ട്രിഗറായി. ജിസേലിനെ പട്ടിണിക്കിട്ട് എന്ന് പറഞ്ഞതെല്ലാം ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് തന്നെയാണല്ലോ. സത്യം പറഞ്ഞാൽ ജിസേലിന് പട്ടിണിക്കിട എന്നുള്ള വാക്ക് കിട്ടിയിരിക്കുന്നത് ജിഷിന്റെ അടുത്ത് നിന്നാണ്. അതിന്റെ പ്രോപ്പർ മീനിങ് പോലും ജിസേലിന് അറിയില്ലായിരുന്നു. എന്നിട്ടും ജിസേൽ അത് യൂസ് ചെയ്ത് ഒരു കാര്യവുമില്ലാതെ ഇന്ന് ഒരു സീനുണ്ടാക്കിയിരിക്കുകയാണ്. ജിസേലിനെ പട്ടിണിക്കിട്ടു എന്നുള്ള വാക്ക് പറഞ്ഞു തീരും മുന്നേ തന്നെ ആര്യൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നീ ഇവിടെ കാണിക്കുന്നതെല്ലാം ഫേക്ക് ഹ്യൂമാനിറ്റിയാണെന്ന് പറഞ്ഞു. അത് കേട്ടതോടുകൂടി ജിസേലിന്റെ നിയന്ത്രണവും വിട്ടു. പിന്നെ ഇരുവരും ചെയ്ത കാര്യങ്ങളെല്ലാം കണക്ക് പറയുകയായിരുന്നു. ജിസേൽ പറഞ്ഞു ഞാൻ നിനക്ക് എത്ര തവണ ഫുഡ് മാറ്റി വെച്ചിട്ടുണ്ട്, എനിക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞാലും ഞാൻ നിനക്ക് വേണ്ടി വെക്കും, നിനക്ക് ഒരു നിമിഷം പോലും എന്നെ നീ ഓർത്തില്ലേ, ഞാൻ കാണിക്കുന്ന കെയറിംഗ് ഒന്നും നിനക്ക് ഇങ്ങോട്ടേക്ക് ഇല്ല, നീയാണ് ഫേക്ക് എന്നെല്ലാം പറഞ്ഞ് ജിസേൽ കണക്ക് പറയുവാൻ തുടങ്ങി. അപ്പോൾ ആര്യനും വിട്ടില്ല. ആര്യൻ പറഞ്ഞു നിന്റെ ഡ്രസ്സുകളെല്ലാം അലക്കി തരുന്നത് ഞാനാണ്, നീ ഇന്നുവരെ എൻ്റെ ഒരു വസ്ത്രം അലക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. സത്യം പറഞ്ഞാൽ ഈ ഡയലോഗ്സ് മറ്റുള്ള ഹൗസ്മേറ്റ്സിൽ നിന്നാണ് ആര്യന് കിട്ടിയിരിക്കുന്നത്. ലക്ഷ്മി ഇന്നലെ പറയുകയുണ്ടായി ആര്യന് ജിസേലിൻ്റെ വലയത്തിനുള്ളിലാണ്. ജിസേൽ പറയാതെ ആര്യൻ ഒരു കാര്യവും ചെയ്യില്ല. ആകെപ്പാടെ ആര്യൻ ചെയ്യുന്നത് ജിസേലിന്റെ ഡ്രസ്സ് അലക്കുക എന്നല്ലാതെ ഗെയിം പോലും മര്യാദയ്ക്ക് കളിക്കുന്നില്ല എന്ന്. ഇതൊരു പക്ഷേ ആര്യന്റെ മനസ്സിൽ ഉണ്ടായി കാണും. അതുകൊണ്ടായിരിക്കും ആര്യൻ ഇതെല്ലാം ജിസേലിന്റെ മുഖത്ത് നോക്കി വിളിച്ചു പറഞ്ഞത്. പിന്നെ ജിസേൽ ഇങ്ങനെ ഓരോന്ന് പറയാൻ തുടങ്ങി. ജിസേൽ ചെയ്ത കാര്യങ്ങളെല്ലാം എണ്ണി പറയുവാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ആര്യൻ ചോദിച്ചു നീ ഈ ചെയ്യുന്നതെല്ലാം നിനക്ക് തിരിച്ചു കിട്ടുവാൻ വേണ്ടിയിട്ടാണോ നീ ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ ഇനി മേലിൽ നീ എനിക്ക് ഫുഡുകൾ മാറ്റി വെക്കരുത്. നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന്റെ ആ ബോണ്ട് മാത്രം മുന്നോട്ട് കൊണ്ടുപോയാൽ മതി, അല്ലാതെ നീ എനിക്ക് വേണ്ടി ഫുഡ് മാറ്റി വെക്കുക, നിനക്ക് കിട്ടുന്നതെല്ലാം എനിക്ക് മാറ്റി വെക്കുക, അതെല്ലാം നീ നിർത്തിക്കോ. നീ ചെയ്തു കഴിഞ്ഞിട്ട് അത് വിളിച്ചു പറയുന്നത് നീ ഫേക്ക് ആയതുകൊണ്ടാണ്, നീ ഫേക്ക് ഹ്യൂമാനിറ്റിയാണ് ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി മുതൽ നീ എനിക്ക് ഒന്നും മാറ്റി വെക്കേണ്ട ആവശ്യമില്ല എന്ന് ആര്യൻ ജിസേലിനോട് പറഞ്ഞു. ആ സമയം ജിസേൽ മറ്റുള്ളവരുടെ കാര്യങ്ങളാണ് എടുത്തു പറയുന്നത്. നീ എന്ത് കിട്ടിക്കഴിഞ്ഞാലും എനിക്ക് തരാതെ അക്ബറിനാണ് കൊടുക്കുന്നത്, അതെന്താ നീ അങ്ങനെ ചെയ്യുന്നത്? ഞാൻ എനിക്ക് എന്ത് കിട്ടിയാലും നിനക്കല്ലേ തരുന്നത്, പിന്നെ നീ മാത്രം എന്താണ് ഇങ്ങനെ കാട്ടുന്നത്? നിനക്ക് എന്നെക്കാളും പ്രയോറിറ്റി അവരായതുകൊണ്ടാണ് നീ എല്ലാം അവർക്ക് കൊടുക്കും, എനിക്ക് ഒന്നും തരാറില്ല, എനിക്ക് വേണ്ടി ഒന്നും മാറ്റിവെക്കാറില്ല, നീ എന്നെക്കുറിച്ച് ഓർക്കാർ പോലുമില്ല. അങ്ങനെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ജിസേൽ വിളിച്ചു പറഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ ഇത് ഒരു എപ്പിസോഡ് പോലെ കുറച്ചു നേരം പറയും, ദേഷ്യം പിടിച്ചു പോകും, പിന്നെയും വന്ന് പറയും, പിന്നെയും ദേഷ്യം പിടിച്ചു പോകും. അങ്ങനെ ഇന്ന് ഈ ഒരു സംസാരം തന്നെ 5-8 തവണ നടന്നു കഴിഞ്ഞിരിക്കുന്നു. മറ്റുള്ള ഹൗസ്മേറ്റ്സ് ഒന്നും ഇതിൽ ഇടപെടാൻ പോകാഞ്ഞത് അവർക്ക് കാര്യം പിടികിട്ടി. ഇനിയുള്ള ദിവസങ്ങളിൽ കാണാം നമുക്ക് എന്തായിരിക്കും ഇവരുടെ ഫ്രണ്ട്ഷിപ്പിന്റെ അവസ്ഥ എന്ന്. നിങ്ങൾക്ക് കൂടുതൽ BB അപ്ഡേറ്റ്സ് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.